ഇന്ന് സംഭവിച്ച ഒരു അതിദാരുണമായ വാർത്തയിൽ ഞെട്ടിയിരിക്കുകയാണ് കേരളം ഒന്നാകെ. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തേക്ക് വരുന്നത്. 2 കുഞ്ഞുങ്ങളെയും കൊന്നത് അമ്മ അനീഷ എന്ന എഫ്ഐആർ. ആദ്യ കുട്ടിയെ കൊലപ്പെടുത്തി അനീഷ സ്വന്തം വീട്ടിനുള്ളിൽ കുഴിച്ചുമൂടി. 8 മാസത്തിന് ശേഷം കുഴി തോണ്ടി അസ്ഥികൾ പുറത്തെടുത്ത് ഭവിന് കൈമാറി. 2ാമത്തെ കുട്ടിയെ കൊന്ന് തുണിയിൽ 1 ദിവസം കെട്ടിവെച്ചു. പിറ്റേ ദിവസമാണ് ഭവിന്റെ വീടിന് പുറകിലെ തോട്ടിൽ കുഴിച്ചിട്ടത്. പ്രതി അനീഷയുമായി വീട്ടിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, എന്തായാലും ഇന്ന് ഏറെ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവം, ഒരു വാർത്ത അതുതന്നെയാണ് പുതുക്കാട് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ എഫ്ഐആർ റിപ്പോർട്ടിലെ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ കുട്ടിയെയും അമ്മ തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് എഫ്ഐആറിൽ പറയുന്നത്? സ്വാതി, എഫ്ഐആർ പോലീസ് രേഖപ്പെടുത്തി. പ്രതികളുടെ അറസ്റ്റ് 2ഉം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 കൊലപാതകങ്ങളും ചെയ്തത് അനീഷ എന്ന 21 വയസ്സുകാരിയാണെന്നാണ് 12 മണിക്കൂറിലേറെ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത്. 2 കൊലപാതകങ്ങൾ, അതിൽ 2 കൊലപാതകങ്ങളും നടത്തിയത് വീട്ടിലെ ശുചിമുറിയിൽ വെച്ചാണ്. വീട്ടിലെ ശുചിമുറിയിൽ വെച്ച് കുഞ്ഞുങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും അതിനുശേഷം ആദ്യ കൊലപാതകം നടന്നത് 2021 നവംബർ 6-ാം തീയതിയാണ്. അന്ന് രാത്രി കുട്ടിയെ കൊലപ്പെടുത്തിയതിനു ശേഷം, ഈ കൊലപാതകം നടത്തിയതിനു ശേഷം വീട്ടുവളപ്പിൽ കുഴിച്ചിടുകയായിരുന്നു എന്നുള്ളതാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. 4 വർഷങ്ങൾക്ക് ശേഷം യുവതി വീണ്ടും പ്രസവിച്ചു. 2024 ഓഗസ്റ്റ് 29-ന് ഇതേ നിലയിൽ കുട്ടിയെ വീട്ടിലെ ശുചിമുറിയിൽ വെച്ച് തന്നെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. അതിനുശേഷം 30-നാണ്, പിറ്റേ ദിവസമാണ് ഭവിൻ എന്ന ആൺ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് സ്വന്തം സ്കൂട്ടർ ഓടിച്ചു പോയി ഭവിന് മൃതദേഹം കൈമാറുന്നത്. ആദ്യ കൊലപാതകം നടത്തി കുഞ്ഞിനെ കുഴിച്ചിട്ട് അതിനുശേഷം 8 മാസങ്ങൾക്ക് ശേഷം മൃതദേഹം പൂർണ്ണമായും അഴുകി ജീർണിച്ചതിന് ശേഷം കുഴി തോണ്ടി അസ്ഥികൾ എടുക്കുകയും ഈ ഭവിന എന്ന ആൺ സുഹൃത്തിന് കൈമാറുകയുമായിരുന്നു. അതിനുശേഷം 2ാമത്തെ കൊലപാതകം നടത്തി 4 മാസത്തിന് ശേഷമാണ്, അതായത് 2024 ഓഗസ്റ്റ് 29-ന് കൊലപാതകം നടത്തി 30-ന് മൃതദേഹം ഭവിൻ്റെ വീട്ടിലെ പിന്നിലെ തോട്ടിൽ കുഴിച്ചിട്ട് അതിനുശേഷം 4 മാസങ്ങൾക്ക് ശേഷമാണ് ഈ മൃതദേഹത്തിൻ്റെ കുഴി തോണ്ടി വീണ്ടും അസ്ഥി എടുത്തത്. ഈ 2 കുഞ്ഞുങ്ങളുടെയും ശരീരത്തിൻ്റെ അസ്ഥി ഭവിനാണ് വർഷങ്ങളോളം, അല്ലെങ്കിൽ 1 വർഷത്തിനടുത്ത് സ്വന്തം വീട്ടിൽ സൂക്ഷിച്ചത്. ഇയാൾ അസ്ഥി സൂക്ഷിച്ചതിന് പിന്നിലുള്ള കാരണം ഈ വൈരാഗ്യബുദ്ധിയോടുകൂടി യുവതി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തന്നിൽ നിന്ന് ബന്ധം വേർപെടുത്തി പിരിഞ്ഞു പോവുകയാണെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. മറുഭാഗത്ത് ഈ അസ്ഥികൾ, ഈ കുഞ്ഞുങ്ങളുടെ മരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ മരണത്തിന് ശേഷം, ഇത്തരത്തിൽ കൊലപാതകം അല്ലെങ്കിൽ ദുർമരണം ഉണ്ടായതിനു ശേഷം ആ കുട്ടികൾ മരിച്ചാൽ അതിൻ്റെ ശാപം നിലനിൽക്കുമെന്നും ആ ശാപം നിലനിന്നാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അതുകൊണ്ട് തന്നെ ഉദയക്രിയമടക്കം ചെയ്യേണ്ടതുണ്ടെന്നും പറഞ്ഞു വിശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കൊലപാതകം നടത്തിയതിൽ, 2 കൊലപാതകം നടത്തിയതും അനീഷയാണെന്ന് അന്വേഷണ സംഘത്തോട് യുവതി തന്നെ കുറ്റം സംബന്ധിച്ച് മൊഴി നൽകിയിട്ടുണ്ട്. അതിനുശേഷം പ്രേരണാ കുറ്റവും ഗൂഢാലോചന കുറ്റവുമാണ് ഭവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കൊലപാതകത്തിൻ്റെ 2 കൊലപാതകങ്ങളും നടത്തിയത് യുവതിയാണെന്ന് സമ്മതിച്ചതിന് പിന്നാലെ റിട്ടേൺ വർക്കുകൾ തീർത്ത് അല്പസമയങ്ങൾക്ക് മുൻപാണ് 7:30യോടുകൂടിയാണ് പോലീസ് തെളിവെടുപ്പുമായി യുവതിയുമായി എത്തിയത്. തെളിവെടുപ്പിനെത്തുമ്പോൾ ഏറെ വൈകാരികമായ ചില നിമിഷങ്ങളും ഈ തെളിവെടുപ്പിൻ്റെ ഭാഗമായി ഉണ്ടായി. അനീഷ സ്വന്തം വീട്ടിലേക്ക് എത്തി അമ്മയെ വിളിച്ച് വാതിൽ തുറന്ന് പോലീസ് അകത്ത് കയറി പരിശോധിക്കാനും മൊഴിയെടുക്കാനും ശ്രമിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ അമ്മ സുമതി വാതിൽ തുറന്നില്ല. അതിനുശേഷം യുവതിയുമായി ഈ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്തേക്ക് പോലീസ് പോവുകയും ഈ യുവതി അത് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. ഈ സമയത്ത് ബന്ധുവോ പരിചയക്കാരനോ ആയ യുവാവ് യുവതിയുടെ അടുത്ത് വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇയാൾ മാധ്യമങ്ങൾക്കെതിരെയും പോലീസിനെതിരെയും നാട്ടുകാർക്കെതിരെയും ഒക്കെ അസഭ്യ വർഷങ്ങൾ ചൊരിയുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നിന്നും യുവതിയെ, അനീഷയെ മടക്കിക്കൊണ്ടുവന്ന പോലീസ് വാതിൽ തുറന്ന് വീണ്ടും അകത്ത് കയറാൻ ശ്രമിച്ചെങ്കിലും ആ സമയത്തും അമ്മ സുമതി വാതിൽ തുറന്നില്ല. പിന്നീട് ഈ അനീഷ നിലവിളിച്ച് കരയുകയും അമ്മയെന്ന് വിളിച്ച് കരയുകയും ചെയ്തു. പോലീസുകാരും വാതിൽ മുട്ടിയതോടുകൂടിയാണ് പിന്നീട് സുമതി വാതിൽ തുറന്നത്. ഇരുവരും, അമ്മയും മകളും, ആ വീടിനുള്ളിൽ വെച്ച് കെട്ടിപ്പിടിച്ച് കരയുന്ന നിമിഷങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷം ഫോറൻസിക്കും പോലീസ് സംഘങ്ങളും ചേർന്നുകൊണ്ട് ഈ വീടിനുള്ളിലേക്ക് കടന്ന് ശുചിമുറിയിൽ കൊലപാതകം നടത്തിയ സ്ഥലമടക്കം പെൺകുട്ടി കാട്ടിക്കൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് തെളിവെടുപ്പ് നടത്തി യുവതിയുമായി മടങ്ങിയ പോലീസ് ഇപ്പോൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ചില സംശയങ്ങൾ പോലീസിനുണ്ട്. ആ തെളിവെടുപ്പ് അടക്കം നടത്തുന്നതിന് 2ാം ഘട്ടത്തിലും വീണ്ടും
ഈ പെൺകുട്ടിയുമായി ഉദ്യോഗസ്ഥർ തിരിച്ചെത്തിയിരിക്കുന്നു. അതേസമയത്ത് തന്നെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സമീപവാസികളായിട്ടുള്ള ആളുകളോടുകൂടി വിവരങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. അതിന് പിന്നിലൊരു പശ്ചാത്തലമുണ്ട്. 2021 ആദ്യ കൊലപാതകം നടത്തിയ യുവതി ഈ കുഞ്ഞിൻ്റെ മൃതദേഹം തൊട്ടടുത്ത സ്ഥലത്ത് കുഴിച്ചു മൂടുന്നത് കണ്ടിരുന്നുവെന്ന് സമീപവാസിയായ ഗിരിജ പോലീസിനോട് അല്ലെങ്കിൽ നാട്ടുകാരോട് പറഞ്ഞു. ഇതേ ചൊല്ലി ഇരു വീട്ടുകാരും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതേ ചൊല്ലി വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ പരാതിയും ഉണ്ടായിരുന്നു. അന്നതൊരു സമവായ ചർച്ചയിലൂടെ പരിഹരിച്ചു വിട്ടു പോലീസ്. പക്ഷേ ആ സംഭവങ്ങൾക്ക് പിന്നിൽ ഇതുമായി ബന്ധമുണ്ടെന്നുള്ള ഗിരിജയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഗിരിജയുടെ വീട്ടിലെത്തി ഡിവൈഎസ്പി അടക്കമുള്ള ആളുകൾ അക്കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. ഏതായാലും ഗിരിജ അന്ന് പറഞ്ഞത് അസത്യമായിരുന്നില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ കേസിൽ മാറി മാറി ട്വിസ്റ്റുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും തെളിവെടുപ്പ് ആദ്യഘട്ടം പൂർത്തിയാക്കി മടങ്ങിയതാണ് പോലീസ്. വീണ്ടും യുവതിയുമായി ഇവിടെ തിരികെ എത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘാംഗങ്ങൾ ഇപ്പോൾ അനീഷയുടെ വെള്ളിക്കുളങ്ങര നൂലുവള്ളിയിലുള്ള വീട്ടിലാണുള്ളത്. അതേസമയത്ത് മറുവശത്ത് ഭവിനെ എത്തിച്ചും ഭവിനുമായും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഭവിനെ ആമ്പല്ലൂരിലെ നെന്മണിക്കരയിലെ വീട്ടിലെത്തിച്ചായിരിക്കും പോലീസ് തെളിവെടുപ്പ് നടത്തുക. ഏതായാലും ഈ തെളിവെടുപ്പ് അനീഷയുമായുള്ള തെളിവെടുപ്പ് പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ഭവിനുമായുള്ള തെളിവെടുപ്പ് ആരംഭിക്കുക. ഏതായാലും അന്വേഷണ സംഘാംഗങ്ങൾ ഇവിടെ തന്നെയുണ്ട്. ഈ മൃതദേഹങ്ങൾ മറവ് ചെയ്ത സ്ഥലങ്ങളിലടക്കം നാളെ സ്ഥലം കുഴിച്ച് പരിശോധിച്ച് ഫോറൻസിക് തെളിവ് ശേഖരണങ്ങൾ അടക്കം നടത്താൻ പോലീസ് തീരുമാനിക്കുന്നുണ്ട്. 2 പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം തുടർ നടപടികളുടെ ഭാഗമായി ശാസ്ത്രീയ പരിശോധനകളും മറ്റ് അന്വേഷണത്തിന്റെ ഭാഗമായുള്ള മറ്റുള്ള ആളുകളുടെ ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പുമെല്ലാം നാളെയും തുടരും. അതിനുശേഷം നാളെ ഉച്ചയോടുകൂടി പ്രതികളെ കോടതിയിൽ ഹാജരാക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും കേരളത്തെ തന്നെ ഞെട്ടിച്ച നവജാത ശിശുക്കളുടെ മരണം കൊലപാതകമാണെന്ന് വ്യക്തമായിരിക്കുന്നു. 21 വയസ്സുകാരിയായ യുവതിയാണ് 3 വർഷത്തിൻ്റെ ഇടവേളയിൽ പ്രസവിച്ച 2 കുട്ടികളെ ശ്വാസം മുട്ടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ആൺ സുഹൃത്തായ യുവാവ്, കുട്ടികളുടെ പിതാവ്, അതിന് പ്രേരണ നൽകുകയും ഈ മൃതദേഹങ്ങൾ മറവ് ചെയ്യാനും കൊലപ്പെടുത്താനും ഈ കുട്ടികളെ കൊലപ്പെടുത്താനും ഒക്കെ ഗൂഢാലോചനയിൽ പങ്കാളികളാവുകയും ചെയ്തു. മദ്യലഹരിയിൽ ഇന്നലെ പോലീസിന് മുന്നിലെത്തി ഇയാൾ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയ ഘട്ടത്തിൽ ആദ്യം പോലീസിന് ഇത് സംശയങ്ങളുണ്ടായിരുന്നു. പിന്നീട് കുറ്റമറ്റ അന്വേഷണത്തിലൂടെ ഈ 24 മണിക്കൂർ ഈ സംഭവം നടന്ന് വെളിപ്പെടുത്തൽ നടന്ന് 24 മണിക്കൂറിനുള്ളിൽ ഇത് കൊലപാതകങ്ങളാണെന്ന് കണ്ടെത്തുകയും അമ്മയാണ് കൊലപാതകം നടത്തിയതെന്ന്, അതിക്രൂരമായ കൊലപാതകം നടത്തിയത് അമ്മയാണെന്നും പോലീസ് കണ്ടെത്തുകയായിരുന്നു. സ്വാതി. ശരി ലെവിൻ, അത് തന്നെയാണ്. ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പോലും ഇത് കേരള മനസാക്ഷിയെ ഏറെ ഞെട്ടിക്കുകയാണ്. ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളത്. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയ സംഭവത്തിലാണ് ഒരുപാട് വെളിപ്പെടുത്തലുകൾ അമ്മയുടെ ഭാഗത്തു നിന്നും പുറത്തേക്ക് വരുന്നത്. 2 കുഞ്ഞുങ്ങളെയും കൊന്നത് താനാണ് എന്ന് പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. ആ വിവരങ്ങളാണ് ലെവിൻ കെ വിജയൻ നൽകിയത്.